everybody, welcome to One Team School Future's favorite tuition hub. Yes, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ് 11 അതുപോലെ തന്നെ ക്ലാസ് 12 രണ്ട് പേർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് വിച്ച് ഇസ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. അതായത് നമ്മുടെ അക്കൗണ്ടൻസിയിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം ഈ പറയുന്ന ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ തറവാക്കി അല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ ക്ലാസ് 11 ആണെന്നുണ്ടെങ്കിലും ക്ലാസ് 12 ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ബേസിക് കോൺസെപ്റ്റ്സ് ഇസ് ദ എന്താണ് ബേസ്. അതുകൊണ്ട് അത് തറവാക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും സിമ്പിൾ ആയിരിക്കും. സോ വിതൗട്ട് മച്ച് അഡ്യൂ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലാസ് 11 നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് അക്കൗണ്ടിങ്, അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പം അത് പഠിക്കുമ്പം ഈ പറയുന്ന 3 വേർഡ്സ് നമുക്ക് കാണാം. അതായത് റെക്കോർഡ്, ക്ലാസിഫൈ, സമ്മറൈസ്. അതായത് അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന ആ സെന്റൻസ് എന്താണ്? അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ആൻഡ് എന്താണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ട്രാൻസാക്ഷൻ, ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും. ആ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. എവിടെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ഒരു ജേർണൽ ബുക്കിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അതിനെയാണ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ആദ്യം ജേർണലിംഗ് ആയിരിക്കും ചെയ്യുന്നത് ആൻഡ് ദെൻ ക്ലാസിഫൈ ചെയ്യും. ഈ ജേർണൽ ചെയ്ത റെക്കോർഡ്സ് ഒക്കെ നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചതിന് ശേഷം അത് ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ അത് എവിടെയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ലെഡ്ജറിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ ക്ലാസിഫൈ ഇൻ ലെഡ്ജറിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് ആൻഡ് സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് 11 നമ്മൾ 2 കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. പി ആൻഡ് എൽ ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ സമ്മറൈസിങ് പാർട്ടിൽ വരുന്നത്. അതായത് നമ്മുടെ ഓവറോൾ കാര്യങ്ങൾ, ആ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും. ഇപ്പം പി ആൻഡ് എൽ എന്ന് പറയുമ്പം ഈ ഒരു വർഷത്തിൽ എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടായത്, എത്രയാണ് ലോസ് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. സോ സമ്മറൈസ് എന്ന് പറയുമ്പം പി ആൻഡ് എൽ ആൻഡ് ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് വിച്ച് ഇസ്, അതായത് പി ആൻഡ് എല്ലിന് മുന്നേ ഒരു ട്രയൽ ബാലൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, ട്രയൽ ബാലൻസ് എന്തിനാണ്? നമ്മൾ ഈ ലെഡ്ജറിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ട്രയൽ ബാലൻസിലാക്കിയിട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. അതൊക്കെ ആണല്ലോ. എന്താണ് റെക്കോർഡിംഗ്, എന്തൊക്കെയാണ് ക്ലാസിഫൈയിങ്, എന്താണ് സമ്മറൈസിങ്, അത് മനസ്സിലായല്ലോ. സോ അത് തന്നെയാണ് മിസ് ഇവിടെ ഒരു ടാബ്ലർ ഫോമിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെക്കോർഡിംഗിൽ ട്രാൻസാക്ഷൻസ് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈമറി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ജേർണലാണ്. ക്ലാസിഫയിങ് എന്താണ്? ഓരോ അക്കൗണ്ട് ടൈപ്സ്. ഇപ്പം ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പർച്ചേസ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത്. ഇപ്പം മെഷീനറി അക്കൗണ്ട്, ഇതെല്ലാം ലെഡ്ജറിലാണ്. ഇതെല്ലാം ഈ അക്കൗണ്ട്സ് ഒക്കെ ലെഡ്ജറാണ്. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോർട്ടിംഗ് ബൈ അക്കൗണ്ട് ടൈപ്പ് ലെഡ്ജർ ആയിരിക്കും. ആൻഡ് സമ്മറൈസിങ് അഗ്രിഗേറ്റ് ഡേറ്റ, ഈ ഓവറോൾ ഡേറ്റ നമ്മൾ സമ്മറൈസ് ചെയ്തായിരിക്കും ഈ ഒരു അക്കൗണ്ടിൽ വരയ്ക്കുന്നത്. ഏതൊക്കെയാണ്? യെസ്, ട്രയൽ ബാലൻസ്, പി ആൻഡ് എൽ ആൻഡ് ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ ഒരു കാര്യവും കൂടെ ഈ സമ്മറൈസിങ് ഗ്രൂപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം വിച്ച് ഇസ് ക്ലാസ് 12 നമ്മൾ ഒരു വലിയൊരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് വിച്ച് ഇസ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് 12 വന്നാൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് നമുക്ക് മനസ്സിലായെങ്കിൽ ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് നമുക്ക് ഒരുവിധം ക്ലിയർ ആയി എന്ന് നമുക്ക് പറയാം. അതായത് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊരു സോഴ്സ് ഡോക്യുമെൻറ്റ് കാണും. ആ ഡോക്യുമെൻറ്റിൽ നിന്നായിരിക്കും എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ അതിലൂടെ നമ്മൾ ജേർണൽ ചെയ്യും. അതിലൂടെ നമ്മൾ പിന്നെ ക്ലാസിഫൈ ഒക്കെ ചെയ്ത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും ആൻഡ് ദെൻ കംസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ട്. ഓക്കെ, യെസ്, പി ആൻഡ് എൽ അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്, അത് കഴിഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ വരുന്നത്. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ് വിച്ച് ഇസ് പി ആൻഡ് എൽ അക്കൗണ്ട്, പി ആൻഡ് എൽ, ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ. അത് ക്ലിയർ ആയല്ലോ. സോ അക്കൗണ്ടിങ് പ്രോസസ് അത് നമുക്ക് മനസ്സിലായി. ആൻഡ് നെക്സ്റ്റ് കംസ് ദ 5 എലമെൻറ്റ്സ് ഓഫ് എഫ് എസ്. എന്താണ് എഫ് എസ് എന്ന് വെച്ചാൽ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് എഫ് എസ് എന്ന് പറയുമ്പോൾ. അപ്പം ആ 5 എലമെൻറ്റ് ഏതൊക്കെയാണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യം എക്സ്പെൻസ് ആൻഡ് റവന്യൂ. ഈ 2 കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ 2 കാര്യം, അതായത് എക്സ്പെൻസ് ആൻഡ് റവന്യൂ ആയിരിക്കും നമ്മൾ എവിടെ കാണിക്കുന്നത്? പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ആൻഡ് ദെൻ കംസ് അസറ്റ്, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി. ഈ 3 കാര്യങ്ങൾ നമ്മൾ എവിടെ കാണിക്കും? യെസ്, ബാലൻസ് ഷീറ്റിൽ
കാണിക്കും. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആയോ? അപ്പോൾ 5 എലമെന്റ്സ് ഓഫ് എഫ് എസ് എന്ന് പറയുന്നത് അസറ്റ്സ്, ലയബിലിറ്റി, ഇക്വിറ്റി, എക്സ്പെൻസസ്, റവന്യൂ. എക്സ്പെൻസ് റവന്യൂ നമ്മൾ എവിടെയായിരിക്കും കാണിക്കുന്നത്? P&L അക്കൗണ്ടിൽ കാണിക്കും. ആൻഡ് അസറ്റ്, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഓക്കെ അല്ലേ? ഇപ്പം നമുക്ക് മനസ്സിലാക്കിയാൽ മതി എക്സ്പെൻസ് എന്ന് വെച്ചാൽ ചെലവ്, റവന്യൂ എന്ന് വെച്ചാൽ ഓക്കെ ഇൻകം എന്നുള്ള രീതിയിലാണ്. അപ്പം അതിൻ്റെ ഡിഫറൻസിൽ വെച്ചായിരിക്കുമല്ലോ നമ്മൾ പ്രോഫിറ്റ് ആണോ കിട്ടിയത്, ലോസ് ആണോ കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഓബ്വിയസ്ലി എക്സ്പെൻസ് ആൻഡ് റവന്യൂ നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കും. അതുപോലെ തന്നെ അസറ്റ്, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി വെച്ചായിരിക്കും നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കേണ്ട 3 എലമെന്റ്സ് ആണ് എന്താണ് അസറ്റ്, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി. സോ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ക്ലിയർ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ ക്ലാസ് 11ൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഡബിൾ അല്ലെങ്കിൽ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്, ഡ്യുവാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം. അതായത് എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 എഫക്ട്സ്. ഈ 2 എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡെബിറ്റ് എഫക്റ്റും കാണും, അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് എഫക്റ്റും കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു കാറ് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഒരു കാർ ഞാൻ എന്ത് ചെയ്തു? യെസ്, പർച്ചേസ്ഡ് എ കാറ് ഞാൻ പർച്ചേസ് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്, ഫോർ മേ ബി ഫോർ ലൈക്ക് റുപ്പീസ് 5 lakh ആണെന്ന് വെച്ചോ. ഓക്കെ, 5 lakh റുപ്പീസിനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തു. ഇതിൽ നിന്ന് 2 എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, മൈനസ് ഫിഗറാണ് ഞാനിവിടെ കാണിക്കുന്നത്. ക്യാഷ് ലെസ്സായി, 5 lakh റുപ്പീസ് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ അതായത് ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ആ അസറ്റ് 5 lakh അസറ്റ് എനിക്ക് കുറഞ്ഞു. പക്ഷേ അതിന് പകരം എനിക്ക് വേറൊരു കാര്യം വന്നിട്ടുണ്ട്, വിച്ച് ഇസ് കാർ ഇസ് ഓൾസോ എൻ അസറ്റ്. അപ്പോൾ ഇവിടെ 2 എഫക്റ്റ് ആണ് ഉണ്ടായത്. അപ്പം ക്യാഷ് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്രെഡിറ്റ് എഫക്റ്റും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കാറ് ആഡ് ആയിട്ടുണ്ട്, ഒരു അസറ്റ് എനിക്ക് കൂടിയിട്ടുണ്ട്, അവിടെ ഒരു ഡെബിറ്റ് എഫക്റ്റും വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോണിൻ്റെ കാര്യമാണെന്ന് വെച്ചോ, ബാങ്ക് ലോൺ. ഓക്കെ, ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. സേ ഒരു 50,000 റുപ്പീസിനാണ് ഞാൻ ലോൺ എടുത്തത് എന്ന് വെക്കുക. അപ്പം ഇവിടെയും 2 എഫക്റ്റ് നമുക്കുണ്ട്. വൺ ഇസ് എന്താണ്, 50,000 റുപ്പീസ് എനിക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, അതൊരു ക്യാഷ് അസറ്റാണ്. സോ അസറ്റ് എനിക്കിപ്പോൾ കൂടിയിട്ടുണ്ട്, അപ്പോൾ ഡെബിറ്റ് ബാലൻസ് വരും. പക്ഷേ അതേപോലെ തന്നെ എൻ്റെ ഒബ്ലിഗേഷൻ ലോണാണ്. സോ ലോൺ എന്ന് പറയുമ്പം ഒബ്ലിഗേഷൻ കൂടും, ലൈബിലിറ്റി ആണ്. അപ്പം ഈ പറയുന്ന 50,000 റുപ്പീസ് ഫ്യൂച്ചർ ഡേറ്റിൽ എനിക്ക് ഓബ്വിയസ്ലി എനിക്ക് അടക്കേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഒബ്ലിഗേഷൻ എനിക്ക് കൂടിയിട്ടുണ്ട്, ലൈബിലിറ്റി കൂടിയിട്ടുണ്ട്. ലൈബിലിറ്റി കൂടുമ്പം അവിടെ ഒരു ക്രെഡിറ്റ് എഫക്റ്റ് ആണ്. സോ ക്യാഷ് കൂടുന്നു, ഒരു ഡെബിറ്റ് എഫക്റ്റ് ഉണ്ട്. ആൻഡ് ഒബ്ലിഗേഷൻ ലൈബിലിറ്റി കൂടുന്നു, അവിടെ ഒരു ക്രെഡിറ്റ് എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു ഡ്യുവൽ എഫക്റ്റ് ആണ് അവിടെ വരുന്നത്. അതാണ് ഒരു ഡെബിറ്റ് എഫക്റ്റും വരണം, അതുപോലെ തന്നെ ക്രെഡിറ്റ് എഫക്റ്റും വരണം. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ് ഈ കാണിക്കുന്ന ഒരു ടേബിൾ, ഈ മോഡേൺ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ജസ്റ്റ് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ഈ ഒരു ക്ലാസ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി ഒന്ന് ഒട്ടിച്ച് വെക്കുക. നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് ആ പഠിക്കാനിരിക്കുന്നതിൻ്റെ മുന്നിലത്തെ ആ ഒരു വാളിലൊന്ന് ഒട്ടിച്ച് വെക്കുക. ഇത് നിങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് ചെയ്താലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു മോഡേൺ റൂൾ എലമെൻറ്റ്സ് നമ്മൾ ഈ മുന്നേ പറഞ്ഞ ആ 5 എലമെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അതാണ്ട് അസറ്റ്, എക്സ്പെൻസസ്, ലൈബിലിറ്റീസ്, ഇക്വിറ്റി ആൻഡ് റവന്യൂ. ഇങ്ങനെ 5 എലമെൻറ്റ്സ് നമുക്ക് അറിയാം അല്ലേ? അപ്പം ഇതിൻ്റെ നോർമൽ ബാലൻസ് എന്താണെന്ന് ഓർത്തു വെക്കുക. അസറ്റ് എന്ന് പറയുന്ന ഒരു ഡെബിറ്റ് ബാലൻസ് ആണ്, എക്സ്പെൻസ് എന്ന് പറയുന്നതും ഡെബിറ്റ് ബാലൻസ് ആണ്, ബാക്കി 3 എലമെൻറ്റ്സും ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. സോ ഈ നോർമൽ ബാലൻസ് എന്താണോ അത് ഇൻക്രീസ് ആവുമ്പം ആ നോർമൽ ബാലൻസ് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം അസറ്റിൻ്റെ നോർമൽ ബാലൻസ് ഡെബിറ്റ് അല്ലേ? സോ അസറ്റ് ഇൻക്രീസ് ആയാൽ ഡെബിറ്റ് ആയിരിക്കും, ആൻഡ് ഡിക്രീസ് ആയാൽ ക്രെഡിറ്റ് ആവും. മനസ്സിലായോ? ഇനി എക്സ്പെൻസസിൻ്റെ നോർമൽ ബാലൻസ് ഡെബിറ്റ് അല്ലേ? സോ എക്സ്പെൻസ് ഇൻക്രീസ് ആയാൽ ഡെബിറ്റ് ആവും, ആൻഡ് ഡിക്രീസ് ആവുമ്പോൾ ക്രെഡിറ്റ് ആവും. ഓക്കെ അല്ലേ? അതേപോലെ ലൈബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലൈബിലിറ്റി ഇൻക്രീസ് ആയാൽ ക്രെഡിറ്റ് ആവും, ഡിക്രീസ് ആയാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു 50,000 റുപ്പീസ് ഞാൻ ലോൺ വാങ്ങി ലൈബിലിറ്റി കൂടി, സോ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ചെയ്യുന്നത്. അതേപോലെ ഈ 50,000-ൽ സേ ഒരു 5,000 ഞാൻ അടച്ചു.
ഓക്കെ, ആ 5,000 എനിക്ക് ലയബിലിറ്റി കുറഞ്ഞു അല്ലേ, അപ്പോഴത്തേക്ക് ഞാൻ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ആക്കുന്ന. 5,000 എൻ്റെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ബാക്കി 45,000 ആയിരിക്കും ക്രെഡിറ്റ് ബാലൻസിൽ അങ്ങനെ തന്നെ കിടക്കും. ഓക്കെ അല്ലേ? സോ യെസ്, അപ്പോൾ ഡിക്രീസ് ആവുമ്പം ഡെബിറ്റ് ആയിരിക്കും. ഇക്വിറ്റി ആൻഡ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ അത് ഇൻക്രീസ് ആകുമ്പം ക്രെഡിറ്റ് സൈഡിലായിരിക്കും, ഡിക്രീസ് ആകുമ്പം ഡെബിറ്റ് സൈഡിലായിരിക്കും. റവന്യൂ യെസ്, റവന്യൂ ഇസ് എ ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് അത് ഇൻക്രീസ് ആകുമ്പോൾ യെസ് എന്തായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ആൻഡ് ഡിക്രീസ് ആകുമ്പം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ഈ ഒരു ടേബിൾ ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് ജസ്റ്റ് ഒരു പേപ്പറിൽ വരച്ച് വെക്കുക, വൃത്തിക്ക് എന്താണ് വരച്ച് കട്ടൊക്കെ ചെയ്ത് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക. നിങ്ങൾ എപ്പം അത് എന്താണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഡൗട്ട് വരുമ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഈ ഒരു റൂൾസ് തറവാവും. ഓക്കെ അല്ലേ? ആ തറവാവാൻ വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ എഴുതി ഒട്ടിച്ചു വെക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ അല്ലേ? സോ ഇത്രയും നിങ്ങൾക്ക്, ഇതാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ പ്രോബ്ലംസ് ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ അതേപോലെ ഇനിയും ഇതുപോലത്തെ അടിപൊളി ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ട് വരാൻ പോകുന്നത്. സോ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്നും മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് യെസ്, താങ്ക് യു.